ഹായ്, നമ്മുടെ റാങ്ക് ഫയൽ കംപ്ലീഷൻ ചലഞ്ചിൽ നമ്മളിന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നോക്കുന്നത്. വൈദേശിക ആധിപത്യം അതുപോലെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ഭാഗത്തുള്ള ഫസ്റ്റ് ബ്രിട്ടീഷ് ആഗമനവുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമാണ് നോക്കുന്നത്. അപ്പോൾ പോയാലോ വീഡിയോയിലേക്ക്. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് അത് മാസ്റ്റർ റാൽഫിച്ച് ആണല്ലേ. മാസ്റ്റർ റാൽഫിച്ച് ആണ് ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് അല്ലേ. ഏതാ വർഷം? 1583 മാസ്റ്റർ റാൽഫിച്ച് ഇന്ത്യയിലെത്തുന്നത്. 1583 ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനായിട്ട് ആര് മാറുന്നത്? മാസ്റ്റർ റാൽഫിച്ച് മാറുന്നത്. മാസ്റ്റർ റാൽഫിച്ച് അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച വർഷം ചോദിക്കാന്നുണ്ടെങ്കിൽ അത് 1585 മാസ്റ്റർ റാൽഫിച്ച് അക്ബറിന്റെ കൊട്ടാരം സന്ദർശിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരനാണ് ആര്? മാസ്റ്റർ റാൽഫിച്ച്. വർഷം 1583. മാസ്റ്റർ റാൽഫിച്ച് അക്ബറിന്റെ കൊട്ടാരം സന്ദർശിച്ച വർഷം ഏതാ? 1585. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ രൂപീകൃതമാകുന്നത്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ച വർഷം 1600 ഡിസംബർ 31 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാകുന്നത്. 1600 ചാർട്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കോട്ട് വാണിജ്യം നടത്താനുള്ള അനുമതി മൊത്തമായിട്ട് 15 വർഷത്തേക്ക് നൽകി. എന്താ പറയുന്നത്? 1600 ചാർട്ടർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കിഴക്കോട്ട് വാണിജ്യം നടത്താനുള്ള അനുമതി മൊത്തമായിട്ട് 15 വർഷത്തേക്ക് നൽകി. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ കമ്പനി ആയിരുന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമം എന്താ? ജോൺ കമ്പനി എന്നാണ്. സാഹസികമായ കച്ചവടക്കാർ, അതായത് മർച്ചന്റ് അഡ്വഞ്ചറീസ്, സാഹസികമായ കച്ചവടക്കാർ അല്ലെങ്കിൽ മർച്ചന്റ് അഡ്വഞ്ചറീസ് എന്ന ഒരു കൂട്ടായ്മയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത്. അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയതാരാ? സാഹസിക കച്ചവടക്കാർ അല്ലെങ്കിൽ മർച്ചന്റ് അഡ്വഞ്ചറീസ് എന്ന് പറയുന്ന ഒരു കൂട്ടമാണ്. ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഹെക്ടർ ആണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെത്തിയ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ, ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പൽ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? ഹെക്ടർ ആണ്. ഹെക്ടർ. ഓക്കെ, ഹെക്ടർ ആണ് ഇന്ത്യയിലെത്തിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കപ്പലാണ് ഇത്, ഹെക്ടർ. പൗരസ്ത്യ നാട്ടിൽ കച്ചവടം ചെയ്യാനുള്ള അധികാരം റോയൽ ചാർട്ടറിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ ബ്രിട്ടീഷ് രാജാവ് അല്ലെങ്കിൽ രാജ്ഞി ആരാന്ന് ചോദിച്ചാൽ ആരാ? എലിസബത്ത് ഫസ്റ്റ് ആണ് കേട്ടോ. എലിസബത്ത് ഫസ്റ്റ് ആണ് പൗരസ്ത്യ നാട്ടിൽ കച്ചവടം ചെയ്യാനുള്ള അധികാരം റോയൽ ചാർട്ടറിലൂടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നൽകിയ ബ്രിട്ടീഷ് രാജ്ഞിയാണ് ആര്? എലിസബത്ത് ഫസ്റ്റ്. ഇനി കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വില്യം ഹോക്കിൻസ് ഇന്ത്യയിലെത്തിയ വർഷം ചോദിക്കാറുണ്ട്. 1608 കേട്ടോ. 1608 എന്ത് സംഭവിക്കുന്നത്? കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വില്യം ഹോക്കിൻസ് ഇന്ത്യയിലെത്തുന്നത്. 1608 വില്യം ഹോക്കിൻസ്. 1608 കേട്ടോ. 1608 കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വില്യം ഹോക്കിൻസ് ഇന്ത്യയിലെത്തുന്നത്. കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെത്തിയ വർഷം ചോദിച്ചാൽ തൊട്ടടുത്ത വർഷമായ 1609 കേട്ടോ. 1609 കമ്പനിയുടെ പ്രതിനിധിയായിട്ട് വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെത്തിയ വർഷം ഏതാ? 1609. ഇനി സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കാനുള്ള അനുമതി നൽകിയ മുഗൾ ഭരണാധികാരിയാണ് ജഹാംഗീർ. സൂററ്റിൽ ഫാക്ടറി സ്ഥാപിക്കാനുള്ള അനുമതി നൽകിയതാരാ? ജഹാംഗീറാണ്. കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയാന്ന് വെച്ചാൽ സൂററ്റിലാണ്. കമ്പനി ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാ? സൂററ്റിലാണ്. അതിന്റെ പണി പൂർത്തിയായ വർഷം, അതായത് ഫാക്ടറിയുടെ പണി പൂർത്തിയായ വർഷം 1613 1613 ബ്രിട്ടീഷുകാർ പശ്ചിമ തീരത്ത് സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറിയാണ് ഇത്? സൂററ്റിലെ ഫാക്ടറി. ബ്രിട്ടീഷുകാർ പശ്ചിമ തീരത്ത് സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറിയാണ് ഇത്? സൂററ്റിലെ ഫാക്ടറി. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ സ്ഥിരം ഫാക്ടറി ഏതാന്ന് ചോദിച്ചാൽ ഏതാ? അതും സൂററ്റ് തന്നെയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ സ്ഥിരം ഫാക്ടറി ചോദിച്ചാൽ ഏതന്നെയാ? സൂററ്റ് തന്നെയാണ്. ഇനി ബ്രിട്ടീഷുകാർ പൂർവ്വ തീരത്ത് ആദ്യമായിട്ട് ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയാന്ന് വെച്ചാൽ അത് മസൂലി പട്ടണത്താണ്.
ബ്രിട്ടീഷുകാർ പൂർവ്വ തീരത്ത് ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം എവിടെയാ? അത് മസൂലിപട്ടണമാണ്. ഇനി ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറി ഏതാന്ന് വെച്ചാൽ ഏതാ? മസൂലിപട്ടണം. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറി ഏതാ? മസൂലിപട്ടണം. 1611 ഇതൊരു താൽക്കാലിക ഫാക്ടറി ആയിട്ട് വരുന്നത്. 1616 എന്താക്കി അവര് അത് സ്ഥിരമാക്കുകയും ചെയ്തു. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ആദ്യത്തെ ഫാക്ടറി ഏതാ? മസൂലിപട്ടണത്താണ്. 1611 താൽക്കാലികമായിട്ടൊരു ഫാക്ടറി സ്ഥാപിച്ചു. പിന്നീട് എന്തായി? 1616 അത് സ്ഥിരമാവുകയും ചെയ്തു. അക്കാലത്ത് കച്ചവട ഡിപ്പോകൾക്ക് നൽകിയിരുന്ന പേരാണെന്ത്? ഫാക്ടറി എന്ന് പറയുന്നത്. അക്കാലത്ത് കച്ചവട ഡിപ്പോകൾക്ക് നൽകിയ പേരാണെന്ത്? ഫാക്ടറി എന്ന് പറയുന്നത്. ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഉയർച്ചയുടെ തുടക്കമായിട്ട് കാണുന്ന യുദ്ധം ഏതാന്ന് ചോദിച്ചാൽ സുവാലി യുദ്ധമാണ് കേട്ടോ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഉയർച്ചയുടെ തുടക്കമായിട്ട് കാണുന്ന യുദ്ധം ഏതാ? സുവാലി യുദ്ധമാണ്. സൂററ്റിൽ 100ഓളം വർഷമായിട്ട് കച്ചവടം ചെയ്തിരുന്ന പോർച്ചുഗീസുകാരെ ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി സൈന്യം പരാജയപ്പെടുത്തിയാണ് സൂററ്റിൽ ഒരു സ്ഥിരം ഫാക്ടറി തുടങ്ങാനുള്ള രാജകീയ ഉത്തരവ്, അതായത് റോയൽ ഫർമാന് ജഹാംഗീർ ചക്രവർത്തി 1613 കമ്പനിക്ക് നൽകാൻ കാരണമായത്. എന്താ പറഞ്ഞത്? സൂററ്റിൽ 100ഓളം വർഷമായിട്ട് കച്ചവടം ചെയ്തിരുന്ന പോർച്ചുഗീസുകാരെ ക്യാപ്റ്റൻ തോമസ് ബെസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള കമ്പനി സൈന്യം പരാജയപ്പെടുത്തിയിട്ടാണ് സൂററ്റിൽ ഒരു സ്ഥിരം ഫാക്ടറി തുടങ്ങാനുള്ള രാജകീയ ഉത്തരവ്, അതിന് പറയുന്ന പേരാണ് റോയൽ ഫർമാൻ. ആരാ കൊടുക്കുന്നത്? ജഹാംഗീർ ചക്രവർത്തിയാണ് 1613 കമ്പനിക്ക് നൽകാൻ കാരണമായത്. ഇനി തോമസ് റോ, അതായത് ഇംഗ്ലീഷ് രാജാവായ ജെയിംസ് ഒന്നാമന്റെ അംബാസഡർ ആണ് ആര്? തോമസ് റോ എന്ന് പറയുന്നത്. ഇവര് മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെത്തിയ വർഷം ചോദിച്ച് 1615 തോമസ് റോ മുഗൾ ചക്രവർത്തിയായ ജഹാംഗീറിന്റെ കൊട്ടാരത്തിലെത്തിയ വർഷം ഏതാ? 1615. മുഗൾ സാമ്രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഫാക്ടറികൾ തുറക്കാനുള്ള ഒരു രാജകീയ ഉത്തരവ്, അതിനെ നമ്മൾ പറഞ്ഞു എന്തായിരുന്നു? റോയൽ ഫർമാൻ അല്ലെ. ആര് നേടിയെടുത്തു? തോമസ് റോ നേടിയെടുത്തു. മുഗൾ സാമ്രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഫാക്ടറികൾ തുറക്കാനുള്ള ഒരു രാജകീയ ഉത്തരവ് ആര് നേടിയെടുത്തു? തോമസ് റോ നേടിയെടുത്തു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ വില്യം കീലിംഗ് കേരളത്തിലെത്തിയ വർഷം 1615. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് ക്യാപ്റ്റൻ വില്യം കീലിംഗ് കേരളത്തിലെത്തിയ വർഷം ഏതാ? 1615. ക്യാപ്റ്റൻ കീലിംഗ് കേരളത്തിലെത്തിയ വർഷം ഏതാ? 1615. എവിടെയാണ് എത്തിയത്? കേരളത്തിലെ കോഴിക്കോടാണ് കേട്ടോ. കോഴിക്കോടാണ് 1615 ആരെത്തുന്നത്? ക്യാപ്റ്റൻ കീലിംഗ് എത്തുന്നത്. കേരളത്തിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാന്ന് വെച്ചാൽ ആരാ? ക്യാപ്റ്റൻ റാൽഫിച്ചും അതേപോലെ ക്യാപ്റ്റൻ കീലിംഗുമാണ്. പക്ഷേ ക്യാപ്റ്റൻ റാൽഫിച്ച് ആണ് കേരളത്തിൽ ആദ്യം എത്തിയതെന്നാണ് പറയുന്നത്. പക്ഷേ PSCയുടെ ഉത്തരപ്രകാരം ആരാന്ന് വെച്ചാൽ അത് ക്യാപ്റ്റൻ കീലിംഗ് ആണ്. അപ്പോൾ കേരളത്തിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ PSCയുടെ ഉത്തരപ്രകാരം ആരാ? ക്യാപ്റ്റൻ കീലിംഗ് തന്നെയാണ്. മസൂലി പട്ടണത്തിൽ നിന്നും ബ്രിട്ടീഷുകാർ മദ്രാസിലേക്ക് പ്രവർത്തന കേന്ദ്രം മാറ്റുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏതാന്ന് വെച്ചാൽ ഏതാ? സെന്റ് ജോർജ് കോട്ടയാണ് കേട്ടോ. സെന്റ് ജോർജ് കോട്ട എവിടെയാ? മദ്രാസിൽ 1639-44 കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണേത്? സെന്റ് ജോർജ് കോട്ട, മദ്രാസ് 1639-1644 കാലഘട്ടത്തിൽ. 1662 പോർച്ചുഗീസുകാർ ബോംബെ ദ്വീപ് ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായിട്ട് നൽകുകയും ചെയ്തു. 1662 പോർച്ചുഗീസുകാർ ബോംബെ ദ്വീപ് ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായിട്ട് നൽകി. വർഷം ഏതാ? 1662. 1662 ആരാ കൊടുക്കുന്നത്? പോർച്ചുഗീസുകാർ. ആർക്കാ കൊടുക്കുന്നത്? ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രണ്ടാമൻ സ്ത്രീധനമായിട്ട്. ഇനി 1717 മുഗൾ ചക്രവർത്തി ഫറൂഖ് സിയാറിൽ നിന്നും ബംഗാളിൽ സ്വതന്ത്രമായിട്ട് വ്യാപാരം നടത്തുന്നതിനുള്ള രാജകീയ ഉത്തരവ്, നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു രാജകീയ ഉത്തരവിന് പറയുന്നത്? റോയൽ ഫർമാൻ എന്നല്ലേ, കരസ്ഥമാക്കുകയും പിന്നീട് ഗതാഗതത്തിനായിട്ട് ഒരു ദസ്തക്ക്, അതായത് പാസ് അല്ലെങ്കിൽ പെർമിറ്റിന് പറയുന്ന പേരാണെന്ത്? ദസ്തക്ക് എന്ന് നൽകാൻ കമ്പനിക്ക് അധികാരം ഉണ്ടായിരുന്നു. 1717 മുഗൾ ചക്രവർത്തി ഫറൂഖ് സിയാറിൽ നിന്നും ബംഗാളിൽ സ്വതന്ത്രമായിട്ട് വ്യാപാരം നടത്തുന്നതിനുള്ള രാജകീയ ഉത്തരവ്, അതായത് റോയൽ ഫർമാന് കമ്പനി കരസ്ഥമാക്കി. ഈ ഉത്തരവ് പ്രകാരം ചരക്കുകളുടെ ഗതാഗതത്തിനായിട്ട് ദസ്തക്ക്, അതായത് പാസ്സാണ് പെർമിറ്റ് നൽകാൻ ആർക്ക് അധികാരം ഉണ്ടായിരുന്നു?
കമ്പനിക്ക് അധികാരമുണ്ടായിരുന്നു. ഇനി മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ, മാഗ്ന കാർട്ട ഓഫ് ട്രേഡ് ഇൻ ബംഗ്ലാദേശ്, മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നറിയപ്പെടുന്ന ഏതാണെന്ന് വെച്ചാൽ ഏതാ? ഫറൂഖ് സിയാർ 1717 ഇംഗ്ലീഷുകാർക്ക് നൽകിയ ഫർമാനാണ്. അപ്പം മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്നറിയപ്പെടുന്നത് എന്താ? ഫറൂഖ് സിയാർ 1717 ഇംഗ്ലീഷുകാർക്ക് നൽകിയ ഫർമാനെയാണ് എന്തറിയപ്പെടുന്നത്? മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് ട്രേഡ് ഇൻ ബംഗാൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി അടുത്തത്, ഇപ്പോൾ ഇത്രയാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ച് തുടക്കത്തിൽ പറയുന്നത്. ഇനി അടുത്തത് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറിച്ചാണ്. വ്യാപാരത്തിനായിട്ട് ഇന്ത്യയിലെത്തിയ അവസാനത്തെ യൂറോപ്യൻ ശക്തിയാണ് ആര്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. വ്യാപാരത്തിനായിട്ട് ഏറ്റവും അവസാനത്തെത്തിയ കമ്പനിയാണ് ഇത്? ഫ്രഞ്ചുകാര്. ലൂയി 14 കാലത്താണ് ഏത് രൂപീകൃതമാകുന്നത്? ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാകുന്നത്. ആരുടെ കാലത്താണ്? ലൂയി 14 കാലത്താണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാകുന്നത്. വർഷം ഏതാ? 1664 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാകുന്നത്. ലൂയി 14 കാലത്ത് 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമാകുന്നത്. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപകൻ ആരാന്ന് വെച്ചാൽ ആരാ? ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബെർട്ട് ആണ് കേട്ടോ. ജീൻ ബാപ്റ്റിസ്റ്റ് കോൾബെർട്ട് ആണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപകനായിട്ട് കാണുന്നത്. ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ഏതാണെന്ന് വെച്ചാൽ അവരും എവിടെ തന്നെയാണ് സ്ഥാപിക്കുന്നത്? ഗുജറാത്തിലെ സൂറത്തിൽ തന്നെയാണ് കേട്ടോ. ഗുജറാത്തിലെ സൂറത്തിൽ തന്നെയാണ് ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലം ആന്ധ്രാപ്രദേശിലെ മസൂലി പട്ടണത്താണ് രണ്ടാമത്തെ ഫാക്ടറി സ്ഥാപിക്കുന്നത്. മൂന്നാമത്തെ ഫാക്ടറി ബംഗാളിലെ ചന്ദ്രനഗറിലാണ് കേട്ടോ. ബംഗാളിലെ ചന്ദ്രനഗറിൽ. അപ്പം ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി എവിടെയാ? സൂറത്തിൽ. രണ്ടാമത്തത് മസൂലി പട്ടണം. 3 ചന്ദ്രനഗർ. ഇനി ആധിപത്യത്തിനായിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ചാണ് പറയുന്നത്. 1746 കർണാട്ടിക് യുദ്ധങ്ങൾ ആരംഭിച്ചു. 1746 ഏതാ? കർണാട്ടിക് യുദ്ധങ്ങൾ ആരംഭിച്ചു. 1746 കർണാട്ടിക് യുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളുടെ പ്രധാന വേദി ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ മേഖലകൾ ഉൾപ്പെടുന്ന കർണാട്ടിക് പ്രദേശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങൾ എന്തെന്ന് പറയുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് വിളിക്കുന്നത്. യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ചാ അവകാശത്തിന്റെ ഭാഗമായിട്ടാണ് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ ഇന്ത്യയിൽ വെച്ച് നടന്ന യുദ്ധങ്ങളാണ് ഇത്? കർണാട്ടിക് യുദ്ധങ്ങൾ. യൂറോപ്പിൽ നടന്ന ഓസ്ട്രിയൻ പിന്തുടർച്ചാവകാശത്തിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന പ്രധാന യുദ്ധങ്ങളാണ് എന്തറിയപ്പെടുന്നത്? കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1746 മുതൽ 1763 വരെയാണ്. 1746 മുതൽ 1763 വരെയാണ്. ഇനി ഒന്നാം കർണാട്ടിക് യുദ്ധം ഏതാ വർഷം? 1746 മുതൽ 48 വരെയാട്ടോ. 1746 മുതൽ 48 വരെയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമാണ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം എന്താ? ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമായിരുന്നു എന്ത്? ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ പ്രധാന കാരണം. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ അലക്സ ചാപ്ല സന്ധിയുടെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച ഇന്ത്യൻ പ്രദേശമാണ് ഏത്? മദ്രാസ് എന്ന് പറയുന്നത്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിൽ അലക്സ ചാപ്ല സന്ധി ഏതാ വർഷം എന്ന് ചോദിച്ചാൽ 1748 കേട്ടോ. അലക്സ ചാപ്ല ഏതാ വർഷം? 1748 ആ സന്ധി പ്രകാരമാണ് ബ്രിട്ടീഷുകാർക്ക് ഏത് പ്രദേശം തിരികെ ലഭിക്കുന്നത്? മദ്രാസ് പ്രദേശം തിരികെ ലഭിക്കുന്നത്. ഇനി ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച വടക്കേ അമേരിക്കയിലെ പ്രദേശമാണ് ലൂയിസ്ബർഗ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഭാഗമായിട്ട് ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച വടക്കേ അമേരിക്കയിലെ പ്രദേശമാണ് ഇത്? ലൂയിസ്ബർഗ്. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്തെ ഫ്രഞ്ച് ഗവർണറായിരുന്ന വ്യക്തിയാണ് ഡ്യൂപ്ലേ. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണറായിരുന്ന വ്യക്തിയാണ് ആര്? ഡ്യൂപ്ലേ.
ഇത്രയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം കേട്ടോ. അപ്പോൾ ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1746 മുതൽ 48 വരെ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം എന്തായിരുന്നു? ഇന്ത്യയിൽ വ്യാപാര കുത്തക നേടിയെടുക്കാനുള്ള ബ്രിട്ടീഷുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ശ്രമമായിരുന്നു. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിലെ സന്ധി ഏതായിരുന്നു? സന്ധി 1748 ആക്സ്ല ചാപ്ല സന്ധി 1748 ഫലമായിട്ട് ബ്രിട്ടീഷുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശമാണേത്? മദ്രാസ്. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാർക്ക് തിരികെ ലഭിച്ച പ്രദേശം ഏതാ? അത് വടക്കേ അമേരിക്കയിലെ ലൂയിസ്ബർഗ്. ഒന്നാം കർണാട്ടിക് യുദ്ധ സമയത്ത് ഫ്രഞ്ച് ഗവർണർ ആരായിരുന്നു? ഡ്യൂപ്ലേ. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധം 49 മുതൽ 54 വരെയാണ്. 1749 മുതൽ 1754 വരെയാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈദരാബാദിലും കർണാടകത്തിലും ഉണ്ടായ പിന്തുടർച്ചാവകാശ തർക്കമാണ് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം. അപ്പോൾ രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1749-54. കാരണം എന്തായിരുന്നു? ഹൈദരാബാദിലും കർണാടകത്തിലും ഉണ്ടായ പിന്തുടർച്ചാവകാശമാണ് ഇത് രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാരാന്ന് വെച്ചാൽ ആരാ? റോബർട്ട് ക്ലൈവ് ആണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാരാ? റോബർട്ട് ക്ലൈവ് ആണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് ആർക്കോട്ട്, കർണാടക. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശം ഏതാ? ആർക്കോട്ട്, കർണാടക. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പുതുച്ചേരി സന്ധി. എന്താ? രണ്ടാം കർണാട്ടിക് യുദ്ധം കാരണം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാന്ന് വെച്ചാൽ ഏതാ? പോണ്ടിച്ചേരി സന്ധിയാണ് 1754. അപ്പം രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1749-54. കാരണം എന്തായിരുന്നു? ഹൈദരാബാദിലും കർണാടകത്തിലും ഉണ്ടായ പിന്തുടർച്ചാ അവകാശ തർക്കമാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നയിച്ചതാര? റോബർട്ട് ക്ലൈവ് ആണ്. രണ്ടാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത പ്രദേശമാണ് ഇത്? ആർക്കോട്ട്. എവിടെയാ? കർണാടകയിലാണ്. രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതായിരുന്നു? പുതുച്ചേരി സന്ധിയാണ്. വർഷം 1754. ഇനി മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം ഓർത്തു നോക്കുക. 1758 മുതൽ 63 വരെയാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടം 1758 മുതൽ 1763 വരെയാണ്. കർണാട്ടിക് യുദ്ധത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു 1746 മുതൽ 63 വരെയാണ്. അപ്പോൾ അവസാനത്തെ കർണാട്ടിക് യുദ്ധമാണ് ഇത്? മൂന്നാം കർണാട്ടിക് യുദ്ധം നടന്ന വർഷം ഓർത്തു നോക്കുക. 58-63. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ കാരണം എന്താ? യൂറോപ്പിലെ സപ്തവത്സര യുദ്ധമാണ് കേട്ടോ. 1786 നടന്ന മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം 1756 സപ്തവത്സര യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം കാരണം. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് ഗവർണറാണ് ആര്? കൗണ്ട് ഡി ലാലി. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് ഗവർണറാണ് ആര്? കൗണ്ട് ഡി ലാലി. ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം ക്ഷയിക്കാൻ കാരണമായ യുദ്ധം ഏതാണെന്ന് വെച്ചാൽ മൂന്നാം കർണാട്ടിക് യുദ്ധമാണ്. ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം ക്ഷയിക്കാൻ കാരണമായ യുദ്ധമാണിത്? മൂന്നാം കർണാട്ടിക് യുദ്ധം. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് സെന്റ് ജോർജ് കോട്ട. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് ഇത്? സെന്റ് ജോർജ് കോട്ട. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട യുദ്ധം ഏതാന്ന് വെച്ചാൽ അത് വാണ്ടിവാഷ് യുദ്ധമാണ്. 1760 വാണ്ടിവാഷ് യുദ്ധമാണ് ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായിട്ട് പരാജയപ്പെടാൻ കാരണം. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് പാരീസ് സന്ധി 1763. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ഇത്? പാരീസ് സന്ധി 1763. അപ്പം മൂന്നാം കർണാട്ടിക് യുദ്ധം 1758-63. 1758 മുതൽ 63 വരെയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം. കാരണം എന്തായിരുന്നു? 1756 നടന്ന യൂറോപ്പിലുണ്ടായ സപ്തവത്സര യുദ്ധമാണ് മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന് കാരണം. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിൽ പങ്കെടുത്ത ഫ്രഞ്ച് ഗവർണറാണ് ആര്? കൗണ്ട് ഡി ലാലി. ഇന്ത്യയിൽ ഫ്രഞ്ച് ആധിപത്യം ക്ഷയിക്കാൻ കാരണമായ യുദ്ധം ചോദിച്ചാൽ അത് മൂന്നാം കർണാട്ടിക് യുദ്ധമാണ്. മൂന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാർ പിടിച്ചെടുത്ത കോട്ടയാണ് ഇത്? സെന്റ് ജോർജ് കോട്ട. ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട യുദ്ധം ചോദിച്ചാൽ ഏതാ? അത് 1760 വാണ്ടിവാഷ് യുദ്ധമാണ്.
മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാ? 1760 പാരീസ് ഉടമ്പടിയാണ്. 1763 പാരീസ് ഉടമ്പടിയാണ്. ഇനി എന്താണ് വാണ്ടിവാഷ് യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാരുടെ മുന്നിൽ ഫ്രഞ്ചുകാർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ട യുദ്ധമാണ് ഇത് 1760 വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധം നടന്ന വർഷം 1760. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധം ചോദിച്ചാൽ ഏതാ? വാണ്ടിവാഷ് യുദ്ധമാണ്. ഫ്രഞ്ച് അധിനിവേശം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ യുദ്ധമാണ് ഇത് വാണ്ടിവാഷ് യുദ്ധം. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ് കേട്ടോ. വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏതാ? തമിഴ്നാടാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ച വ്യക്തിയാണ് സർ ഐർക്യൂട്ട്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഇംഗ്ലീഷ് സൈന്യത്തെ നയിച്ചതാരാ? സർ ഐർക്യൂട്ടാണ്. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ച വ്യക്തിയാണ് ആര്? കൗണ്ട് ഡി ലാലി. വാണ്ടിവാഷ് യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തെ നയിച്ച വ്യക്തി ആരാ? കൗണ്ട് ഡി ലാലിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ കർണാട്ടിക് യുദ്ധങ്ങൾ. ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ സന്ധി ഏതായിരുന്നു? ഒന്നാം കർണാട്ടിക് യുദ്ധത്തിന്റെ സന്ധി ആക്സില ചാപ്ല അല്ലെ 1748 ആക്സില ചാപ്ല സന്ധിയാണ് ഒന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണം. ഇനി രണ്ടാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതായിരുന്നു? പുതുച്ചേരി സന്ധി അല്ലെങ്കിൽ പോണ്ടിച്ചേരി സന്ധിയാണ്. ഏതാ വർഷം? 1754. മൂന്നാം കർണാട്ടിക് യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാ? 1763 പാരീസ് സന്ധി. 1763 പാരീസ് സന്ധിയാണ് മൂന്നാം കർണാട്ടിക് യുദ്ധം ക്ഷയിക്കാൻ കാരണം. അപ്പൊ ഇത്രയാണ് ഏതുള്ളത്? കർണാട്ടിക് യുദ്ധം, 3 കർണാട്ടിക് യുദ്ധങ്ങൾ. ഇനി അടുത്തത് മൈസൂർ യുദ്ധങ്ങളാണ്. മൈസൂർ യുദ്ധങ്ങൾ എന്തായിരുന്നു? മൈസൂർ യുദ്ധങ്ങൾ ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഇത് മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഇത് മൈസൂർ യുദ്ധങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ്: ഒന്ന്, മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് തടസ്സം സൃഷ്ടിച്ചു. എന്താ പറഞ്ഞത്? മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം എവിടുത്തെ? മലബാറിൽ ഉണ്ടായിരുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് എന്ത് ചെയ്തു? തടസ്സം സൃഷ്ടിച്ചു. 2, ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദം. പിന്നെ മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാരാണ് ആരൊക്കെ? ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാരാണ് ആരൊക്കെ? ഹൈദർ അലിയും അതുപോലെ ടിപ്പു സുൽത്താനും. അപ്പം ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാരും മൈസൂർ സുൽത്താൻമാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഇത് മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ കീഴടക്കാൻ ബ്രിട്ടീഷുകാരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? മൈസൂർ സുൽത്താൻമാരുടെ ആധിപത്യം മലബാറിൽ വ്യാപിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ മലബാറിലെ കച്ചവടത്തിന് സൃഷ്ടിച്ച തടസ്സവും അതുപോലെ ഫ്രഞ്ചുകാരുമായിട്ട് ടിപ്പുവിനുണ്ടായിരുന്ന സൗഹൃദവുമായിരുന്നു മൈസൂർ യുദ്ധങ്ങൾക്ക് പ്രധാന കാരണം. മൈസൂർ യുദ്ധങ്ങൾ നയിച്ച മൈസൂർ സുൽത്താൻമാരാണ് ആരൊക്കെ? ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. ഇനി ഒന്നാം മൈസൂർ യുദ്ധം നടന്ന വർഷമാണ് 1767 മുതൽ 69 വരെ. 1767 മുതൽ 69 വരെ കാലഘട്ടത്തിലാണ് ഒന്നാം മൈസൂർ യുദ്ധം നടക്കുന്നത്. ഹൈദർ അലിയും ഇംഗ്ലീഷുകാരും തമ്മിലായിരുന്നു യുദ്ധം നടന്നത്. ആരൊക്കെ? ഒന്നാം മൈസൂർ യുദ്ധം ഹൈദർ അലിയും ഇംഗ്ലീഷുകാരും തമ്മിലായിരുന്നു ഒന്നാമത്തെ യുദ്ധം. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. യുദ്ധത്തിൽ ആരാ പരാജയപ്പെടുന്നത്? ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ്, സന്ധിയാണ് മദ്രാസ് ഉടമ്പടി. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ഇത് മദ്രാസ് ഉടമ്പടി 1769. 1769 മദ്രാസ് ഉടമ്പടിയാണ് ഒന്നാം മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണം. ഇത്രേ പറയുന്നുള്ളൂ. 1767-69 കാലഘട്ടത്തിലാണ് ഒന്നാം മൈസൂർ യുദ്ധം. ആരൊക്കെ തമ്മിലായിരുന്നു? ഹൈദർ അലിയും ഇംഗ്ലീഷുകാരും തമ്മിൽ. ആര് പരാജയപ്പെട്ടു? ബ്രിട്ടീഷുകാർ പരാജയപ്പെട്ടു. അവസാനിക്കാൻ കാരണമായ സന്ധി ഏതാ? മദ്രാസ് ഉടമ്പടിയാണ്. ഇനി രണ്ടാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1780-84. 1780-84 യുദ്ധത്തിന് കാരണമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ മാഹി അക്രമമാണ് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ മാഹി അക്രമമാണ് രണ്ടാം മൈസൂർ യുദ്ധത്തിന് കാരണം. കാലഘട്ടം ഏതാ? 1780-84. കാരണം എന്താ? ബ്രിട്ടീഷുകാർ മാഹി ആക്രമിച്ചത്. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാന്ന് വെച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ് ആണ്. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാ? വാറൻ ഹേസ്റ്റിങ്സ്. യുദ്ധസമയത്ത് മൈസൂറിലെ സുൽത്താൻ ഹൈദർ അലി. യുദ്ധസമയത്ത് മൈസൂറിലെ സുൽത്താൻ ആരാ? ഹൈദർ അലി. യുദ്ധത്തിൽ ഹൈദർ അലി പിടിച്ചെടുത്ത പ്രദേശമാണ്
തമിഴ്നാട്ടിലെ ആർക്കോട്ട്. യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത പ്രദേശമാണിത്. തമിഴ്നാട്ടിലെ ആർക്കോട്ട്. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ആരാന്ന് വെച്ചാൽ ഹൈദരാലിയാണ് കേട്ടോ. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചതാര ഹൈദരാലിയാണ്. യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം നയിച്ചത് ടിപ്പു സുൽത്താനുമാണ് കേട്ടോ. യുദ്ധത്തിന്റെ രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ഹൈദരാലിയും രണ്ടാം ഘട്ടം നയിക്കുന്നത് ടിപ്പു സുൽത്താനാണ്. കാരണം 1782 ആരന്തരിക്കുന്നുണ്ട്? ഹൈദരാലി അന്തരിച്ചു. 1782 ആരന്തരിച്ചു? ഹൈദരാലി അന്തരിച്ചു. അപ്പം 1780 മുതൽ 84 വരെയാണ് ഇത് രണ്ടാം മൈസൂർ യുദ്ധം അല്ലേ. അപ്പോൾ 1782 ആര് മരിച്ചു? ഹൈദരാലി അന്തരിച്ചു. ശേഷം ആര് ഏറ്റെടുത്തു? ടിപ്പു സുൽത്താനാണ് യുദ്ധത്തിന്റെ രണ്ടാം ഘട്ടം നയിക്കുന്നത്. യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏതാന്ന് വെച്ചാൽ 1784 മംഗലാപുരം സന്ധിയാണ്. യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏതാ? 1784 മംഗലാപുരം സന്ധിയാണ്. അപ്പൊ ഇത്രയാണ് രണ്ടാം മൈസൂർ യുദ്ധം. ഇനി മൂന്നാം മൈസൂർ യുദ്ധം. രണ്ടാം മൈസൂർ യുദ്ധം ഒന്നുകൂടി പറഞ്ഞുതരാം. യുദ്ധത്തിന്റെ കാലഘട്ടം 1780-84. യുദ്ധത്തിന് കാരണമായത് ബ്രിട്ടീഷുകാരുടെ മാഹി ആക്രമണം. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? വാറൻ ഹേസ്റ്റിങ്സ്. യുദ്ധസമയത്ത് മൈസൂരിലെ സുൽത്താൻ ആരാ? ഹൈദരാലി. യുദ്ധത്തിൽ ഹൈദരാലി പിടിച്ചെടുത്ത പ്രദേശം തമിഴ്നാട്ടിലെ ആർക്കോട്ട്. രണ്ടാം മൈസൂർ യുദ്ധത്തിന്റെ ആദ്യഘട്ടം നയിച്ചത് ഹൈദരാലി. രണ്ടാം ഘട്ടം നയിച്ചത് ടിപ്പു സുൽത്താൻ. 1782 ആരന്തരിച്ചു? ഹൈദരാലി അന്തരിച്ചു. യുദ്ധം അവസാനിച്ച സന്ധി ഏതാ? മംഗലാപുരം സന്ധി 1784. ഇനി മൂന്നാം മൈസൂർ യുദ്ധം നടന്ന വർഷം 1789 92 കാലഘട്ടത്തിലാണ്. 1789 92 കാലഘട്ടത്തിലാണ് മൂന്നാം മൈസൂർ യുദ്ധം ആരംഭിക്കുന്നത്. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറലാണ് ആര്? കോൺവാലീസ്. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാ? കോൺവാലീസ്. യുദ്ധം അവസാനിപ്പിച്ച സന്ധിയാണ് ഇത് ശ്രീരംഗപട്ടണം സന്ധി. യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏതാ? ശ്രീരംഗപട്ടണം സന്ധി 1792. യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏതാ? 1792 ശ്രീരംഗപട്ടണം സന്ധി. ടിപ്പുവിന്റെ തലസ്ഥാനമാണിത് ശ്രീരംഗപട്ടണം. ടിപ്പുവിന്റെ തലസ്ഥാനമാണിത് ശ്രീരംഗപട്ടണം. യുദ്ധത്തിന്റെ പ്രധാന കാരണം, മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ടിപ്പു തിരുവിതാംകൂർ ആക്രമിച്ചതാണ് യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഇപ്പോൾ മൂന്നാം മൈസൂർ യുദ്ധം എന്താ? 1789 മുതൽ 92 വരെയാണ് മൂന്നാം മൈസൂർ യുദ്ധം. മൂന്നാം മൈസൂർ യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്താ? ടിപ്പു സുൽത്താൻ തിരുവിതാംകൂർ ആക്രമിച്ചു. ടിപ്പുവിന്റെ തലസ്ഥാനം ഏതാ? ശ്രീരംഗപട്ടണം. യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏതാ? ശ്രീരംഗപട്ടണം സന്ധി 1792. ഇനി നാലാം മൈസൂർ യുദ്ധം. നാലാം മൈസൂർ യുദ്ധം 1799 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിലായിരുന്നു. ഏത്? നാലാം മൈസൂർ യുദ്ധം. 1799 ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണിത് നാലാം മൈസൂർ യുദ്ധം. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആർതർ വെല്ലസ്ലി. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് സൈന്യാധിപനാണ് ആര്? ആർതർ വെല്ലസ്ലി. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്നത് ആരാ? ആർതർ വെല്ലസ്ലിയാണ്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആരാ? ആർതർ വെല്ലസ്ലിയാണ്. 1799 മെയ് 4 നാലാം മൈസൂർ യുദ്ധത്തിലാണ് ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത്. 1799 മെയ് 4 കേട്ടോ. മെയ് 4 ആര് വധിക്കപ്പെടുന്നത്? ടിപ്പു സുൽത്താൻ കൊല്ലപ്പെടുന്നത്. ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആര്? ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നറിയപ്പെടുന്ന ആർതർ വെല്ലസ്ലി. ടിപ്പു സുൽത്താനെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈനിക തലവനാണ് ആര്? ആർതർ വെല്ലസ്ലി. യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്ത പ്രദേശമാണ് മൈസൂര്. യുദ്ധത്തിന്റെ ഫലമായിട്ട് ബ്രിട്ടീഷുകാരെ പിടിച്ചെടുത്ത പ്രദേശമാണിത് മൈസൂര്. അപ്പോൾ ഇത്രയാണ് 4 മൈസൂർ യുദ്ധങ്ങൾ നടന്ന കാലഘട്ടം. 1769 മുതൽ 92 വരെയാണ്. ഒന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏതായിരുന്നു? ഒന്നാം മൈസൂർ യുദ്ധം 1769 മദ്രാസ് ഉടമ്പടി. 1769 മദ്രാസ് ഉടമ്പടി. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏതാ? മംഗലാപുരം സന്ധി 1784. രണ്ടാം മൈസൂർ യുദ്ധം അവസാനിച്ച സന്ധി മംഗലാപുരം സന്ധി 1784. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം സന്ധി 1792. മൂന്നാം മൈസൂർ യുദ്ധം അവസാനിപ്പിച്ച സന്ധി ഏതാ? ശ്രീരംഗപട്ടണം സന്ധി 1792. ഇനി ടിപ്പു സുൽത്താനെ കുറിച്ചാണ് പറയുന്നത്. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? ടിപ്പു സുൽത്താൻ. മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്?
ടിപ്പു സുൽത്താൻ. ഷേർ ഇ മൈസൂർ, അതുപോലെ മൈസൂർ കടുവ എന്നൊക്കെ അറിയപ്പെടുന്ന വ്യക്തി ടിപ്പു സുൽത്താനാണ്. ടിപ്പു സുൽത്താന്റെ മലബാറിലെ തലസ്ഥാനമാണ് ഇത് ഫറൂഖാബാദ്. ടിപ്പു സുൽത്താന്റെ മലബാറിലെ തലസ്ഥാനമാണ് ഫറൂഖാബാദ്. ഫറൂഖാബാദിന്റെ പുതിയ പേരാണ് ഫറൂഖ് പട്ടണം. ഫറൂഖാബാദിന്റെ പുതിയ പേരാണ് ഫറൂഖ് പട്ടണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരിയാണ് ടിപ്പു സുൽത്താൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് റോക്കറ്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച ഭരണാധികാരിയാണ് ആര്? ടിപ്പു സുൽത്താൻ. റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താന്റെ കൃതിയാണ് ഫത്തുഹുൽ മുജാഹിദീൻ. റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താന്റെ കൃതിയാണ് ഇത് ഫത്തുഹുൽ മുജാഹിദീൻ. ശ്രീരംഗപട്ടണത്തിൽ ഫ്രഞ്ച് പതാക ഉയർത്താൻ അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ആര്? ടിപ്പു സുൽത്താൻ. ശ്രീരംഗപട്ടണത്ത് ഫ്രഞ്ച് പതാക ഉയർത്താൻ അനുവാദം നൽകിയ ഭരണാധികാരിയാണ് ആര്? ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ശ്രീരംഗപട്ടണത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരിയാണ് ആര്? നമ്മുടെ ടിപ്പു സുൽത്താൻ ട്ടോ. ഫ്രഞ്ച് വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ശ്രീരംഗപട്ടണത്ത് സ്വാതന്ത്ര്യത്തിന്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരിയാണ് ആര്? ടിപ്പു സുൽത്താൻ. ഫ്രഞ്ച് വിപ്ലവകാരികളുടെ ജാക്കോബിൻ ക്ലബ്ബിലെ അംഗമായിരുന്ന ഭരണാധികാരി. ഫ്രഞ്ച് വിപ്ലവകാരികളുടെ ജാക്കോബിൻ ക്ലബ്ബിലെ അംഗമായിരുന്ന ഭരണാധികാരിയാണ്. ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാ? കർണാടകയാട്ടോ. കർണാടകയാണ് ടിപ്പു സുൽത്താൻ ജയന്തി ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? കർണാടക. ടിപ്പു സുൽത്താന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മൈസൂരിലാണ് ട്ടോ. ടിപ്പു സുൽത്താന്റെ ശവകുടീരം എവിടെയാ? മൈസൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി മറാത്ത യുദ്ധങ്ങളാണ് പഠിക്കുന്നത്. മറാത്ത യുദ്ധങ്ങൾ. ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഏത്? മറാത്ത യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്. ബ്രിട്ടീഷുകാരും മറാത്ത വംശവും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ഏത്? മറാത്ത യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. മറാത്ത യുദ്ധങ്ങൾ എന്നും അതുപോലെ ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധം നടന്ന കാലഘട്ടം 1775 മുതൽ 82 വരെയാണ് ഒന്നാം മറാത്ത യുദ്ധം നടക്കുന്നത്. യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതാണ്. യുദ്ധത്തിൻ്റെ പ്രധാന കാരണം എന്താ? ബ്രിട്ടീഷ് ഗവൺമെൻറ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതാണ്. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാന്ന് വെച്ചാൽ വാറൻ ഹേസ്റ്റിങ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധത്തിന്റെ പ്രധാന കാരണം എന്താ? ബ്രിട്ടീഷ് ഗവൺമെന്റ് മറാത്തയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതാണ്. യുദ്ധസമയത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാ? വാറൻ ഹേസ്റ്റിങ്സ് ആണ്. യുദ്ധത്തിൽ ആര് പരാജയപ്പെട്ടു? ആരാ പരാജയപ്പെടുന്നത്? യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരാണ് പരാജയപ്പെടുന്നത്. യുദ്ധത്തിൽ ഒന്നാം മറാത്ത യുദ്ധത്തിൽ ആരാ പരാജയപ്പെടുന്നത്? ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തു. യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് സൽബായ് സന്ധി. സൽബായ് സന്ധി. ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ഇത് സൽബായ് സന്ധി. വർഷം 1782 വാറൻ ഹേസ്റ്റിങ്സും പേർഷ്യയും തമ്മിലാണ് സൽബായ് സന്ധി ഒപ്പുവെക്കുന്നത്. വർഷം 1782. കാരണമായ സന്ധിയാണ് അല്ലേ? ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ഇത് സൽബായ് സന്ധി. ഇനി രണ്ടാം മറാത്ത യുദ്ധം വർഷം 1803 മുതൽ 1805 വരെയാണ്. 1803 മുതൽ 1805 വരെയാണ് രണ്ടാം മറാത്ത യുദ്ധത്തിന്റെ കാലഘട്ടം. രണ്ടാം മറാത്ത യുദ്ധത്തിൽ ഒന്നും പഠിക്കാനില്ല. യുദ്ധത്തിന്റെ കാലഘട്ടം 1803 1805. അതുപോലെ യുദ്ധം അവസാനിച്ച ഉടമ്പടി 1805 രാജ്ഘട്ട് ഉടമ്പടി. 1805 രാജ്ഘട്ട് ഉടമ്പടിയാണ് രണ്ടാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ യുദ്ധം എന്ന് പറയുന്നത്. യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാരാണ് ആർത്തർ വെല്ലസ്ലിയും അതുപോലെ ജനറൽ ലേക്കുമാണ്. ജനറൽ ലേക്കും ആർത്തർ വെല്ലസ്ലിയുമാണ് യുദ്ധം നയിച്ച ബ്രിട്ടീഷുകാരായിരിക്കും. ആർത്തർ വെല്ലസ്ലിയും ജനറൽ ലേക്കും. രണ്ടാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി 1805 രാജ്ഘട്ട് ഉടമ്പടിയാണ്. ഇനി മൂന്നാം മറാത്ത യുദ്ധം നടന്ന കാലഘട്ടം 1817 മുതൽ 19 വരെയാണ്. 1817 മുതൽ 19 വരെയാണ് മൂന്നാം മറാത്ത യുദ്ധം കാലഘട്ടം. 1817-19 പിണ്ടാരി യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധമാണ് ഇത് മൂന്നാം മറാത്ത യുദ്ധം. പിണ്ടാരി യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധമാണ് ഇത് മൂന്നാം മറാത്ത യുദ്ധം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുമുള്ള മറാത്തക്കാരുടെ ശ്രമവുമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിന് കാരണം. ബ്രിട്ടീഷുകാരുടെ
തെറ്റായ നയങ്ങളും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ വീണ്ടെടുക്കാനുമുള്ള മറാത്തക്കാരുടെ ശ്രമവുമാണ് മൂന്നാം മറാത്ത യുദ്ധത്തിന് കാരണം. മറാത്ത വംശത്തിനു മേൽ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണ ആധിപത്യം ഉറപ്പിച്ചത് മൂന്നാം മറാത്ത യുദ്ധത്തോടെയാണ്. മറാത്ത വംശത്തിനു മേൽ ബ്രിട്ടീഷ് സൈന്യം പൂർണ്ണമായിട്ട് ആധിപത്യം സ്ഥാപിച്ചത് മൂന്നാം മറാത്ത യുദ്ധത്തോടെയാണ്. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശമാണ് ഏത്? പൂനെ. യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്ത ഇന്ത്യൻ പ്രദേശം ഏതാ? പൂനെയാണ്. യുദ്ധം അവസാനിക്കാൻ കാരണമായ ഉടമ്പടികൾ 3 ഉടമ്പടികളുണ്ട്. ഒന്ന് പൂനെ ഉടമ്പടി, ഗ്വാളിയോർ സന്ധി, മാൻഡസോർ യുദ്ധി. അപ്പോൾ മൂന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണം 3 ഉടമ്പടികൾ. ഒന്ന് പൂനെ, 2 ഗ്വാളിയോർ, 3 മാൻഡസോർ. പൂനെ ഉടമ്പടി വർഷം 1817, ഗ്വാളിയോർ സന്ധി 1817, മാൻഡസോർ 1818. അപ്പോൾ ഇത്രയാണ് 3 മറാത്ത യുദ്ധങ്ങളുള്ളത്. അപ്പോൾ ഒന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി ഏതായിരുന്നു? സാൽബായ് സന്ധി വർഷം 1782. രണ്ടാം മറാത്ത യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധി രാജ്ഘട്ട് സന്ധി വർഷം 1805. മൂന്നാം മറാത്ത യുദ്ധം അവസാനിക്കാൻ 3 ഉടമ്പടികൾ ഉണ്ടായിരുന്നു. ഒന്ന് പൂനെ ഉടമ്പടി 1817, 2 ഗ്വാളിയോർ ഉടമ്പടി 1817, 3 മാൻഡസോർ സന്ധി 1818. ഇത്രയാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ.